എല്ലാവർക്കും ഉമാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വേളൂരി കൊണ്ട് ഒരു മൊളീഷാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചിട്ടല്ല, തേങ്ങ ഇറക്കാണ്ടാണ് മൊളീഷൻ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ പറങ്കിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നിറയെ കുരുമുളക് ഇങ്ങനെ പൊടിച്ചെടുത്തതാണ്. ഒരുപാട് പൊടിയാക്കിയിട്ട, ഒന്ന് ജസ്റ്റ് ക്രഷല്ല, എന്നാലും തീരെ പൊടിയുമല്ല, അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് കൊഴുപ്പിന് വേണ്ടിയിട്ടതാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ആ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ക്ലീൻ ചെയ്ത് വെച്ച വേളൂരി നമ്മൾക്ക് ഒരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് 250 ഗ്രാമാണ് കേട്ടോ ഇതിൻ്റെ അളവ്. അപ്പോൾ ഇത് ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. നമ്മൾക്ക് എടുത്തു വെച്ച മസാലപ്പൊടികളെല്ലാം നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എപ്പം പറയുന്നത് പോലെ തന്നെ ഫസ്റ്റിൽ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാൻ പറ്റും. ഇപ്പോൾ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണത്തിന് വേണ്ടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഏകദേശം ഞാൻ ഒരു വലിയ കപ്പിന് 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുത്തു. ഇനി അതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ അടച്ച് വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ലോ ടു ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം ഇടക്ക് കറി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒന്ന് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കറി ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, കറി നന്നായി കുറുകിയ ചാറോടെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ വറവിട്ട് കൊടുക്കാനായി ഞാൻ അതിലേക്ക് ഒരു 10-20 വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ട് അതിലിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി വറുത്തെടുക്കാം. അപ്പോൾ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങ ഇറക്കാത്ത വേളൂരി മൊളീഷ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഇത് കാണുന്നുണ്ടോ അറിയില്ല, ഒരുപാട് കുഴിയുടെ ചട്ടി ആയതുകൊണ്ട് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മൊളീഷൻ. അപ്പോൾ ഇത് അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്, വീഡിയോ കണ്ടിട്ടില്ല, ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റിലൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ. ഒരുപാടൊന്നും ചാറാക്കിയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ കുറച്ച് കുറുകിയ ചാറോട് കൂടി തന്നെ ഇരിക്കുന്നതാണ് ഈ കറിയൊരു ടേസ്റ്റ്. ഇപ്പോൾ ഉപ്പും എരിവും ആ മുളകിൻ്റെ ടേസ്റ്റെല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഉപ്പും കറക്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.